എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന ശബദ് ആരാധനയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആരാധനയുടെ ആരംഭമായി നമുക്ക് സത്യപ്രതിഭ ഗാനങ്ങളെ 52ാമത്തെ ഗാനം പാടാം. ആരാധ്യനെ ആരാധ്യനെ. എന്റെ രോഗക്കിടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗക്കിടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ ആരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. നിന്റെ പ്രത്യക്ഷ ദിനമതിൽ നിന്റെ വിശ്വസ്തദാസനായി, നിന്റെ വിശ്വസ്ത സാക്ഷിയായി, നിന്റെ സന്നിധി എത്തിടും ഞാൻ. നിന്റെ പ്രത്യക്ഷ ദിനമതിൽ നിന്റെ വിശ്വസ്തദാസനായി, നിന്റെ വിശ്വസ്ത സാക്ഷിയായി, നിന്റെ സന്നിധി എത്തിടും ഞാൻ. ആരാധ്യനേ ആരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ഈ ശബദ് സ്കൂളിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സങ്കീർത്തനം 150 വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ. അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ. വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ. തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ. തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പിൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. ഈ ശബദ് സ്കൂളിൻ്റെ അനുഗ്രഹത്തിനായി നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം.
മഹോന്നതകൾ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നവനെ, അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശബസ്കൂളിൻ്റെ അനുഗ്രഹത്തിന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ കരങ്ങൾ താഴ്ത്തി ഫരമേൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരും അവരവിടെ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, സ്വർഗത്തോടൊപ്പം ആയിരിക്കുമ്പോൾ എല്ലാവരുടെയും ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കുമാറാണ്. എല്ലാവരും അവിടെ നിന്ന് ഒരുപോലെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ ഇന്നിവിടുത്തെ പ്രോഗ്രാം എടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കുമാറാകണേ. പാഠപഠനം എടുക്കുന്ന ടീച്ചറിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളിതെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാകേണ്ടതിനും ജീവിതത്തിൽ പ്രാവർത്തിയമാകേണ്ടതിനും അങ്ങ് ഞങ്ങൾ സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നവരെ കാണപ്പെടേണ്ടതിനും പരിശുദ്ധാത്മാനോശ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും എവിടെയെങ്കിലും ഈ ശബസ്കൂളിൽ പങ്കെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളും ആയിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ കരം അവരുടെ തൊട്ട് സൗഖ്യമാക്കുമാറാണേ. തുടർന്നുള്ള ശബസ്കൂൾ അവരെ പങ്കെടുക്കാൻ അവൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചോദിച്ചാൽ അധികമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾക്കായി ജീവൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയപിതാവേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ പൽസമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ മിഷൻ റിപ്പോർട്ട് ദൈവത്തിനുള്ള അവസരം എന്നുള്ളതാണ്. ഇത് നമ്മളെ എഴുതിയിരിക്കുന്നത് ചാർമേൻ എന്ന വ്യക്തിയാണ്. മലേഷ്യയിലെ ഒരു സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് കുടുംബത്തിൽ വളർന്നു വന്ന ചാർമേൻ എന്ന വ്യക്തിയുടെ അനുഭവമാണ് ഇന്നത്തെ മിഷൻ റിപ്പോർട്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പള്ളിയിൽ പോവുകയും ആരാധനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ നിന്ന് അവൾക്ക് ഒരു സന്തോഷവും കണ്ടെത്താനായില്ല. ചാർമേൻ 8 വർഷക്കാലം ഒരു അക്രൈസ്തവനെ സ്നേഹിച്ചിരുന്നതിലാണ് സന്തോഷം കണ്ടെത്തി. നല്ല ശമ്പളമുള്ള ഒരു അന്തർദേശീയ സ്കൂളിലെ ഒരു അധ്യാപികയായിട്ട് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി അവൾ വളരെയധികം ആസ്വദിച്ചെങ്കിലും സമാധാനം അവളുടെ ജീവിതത്തിൽ തീരെ ഇല്ലായിരുന്നു. അവസാനം അവളൊരു തീരുമാനമെടുത്തു. ദൈവവുമായിട്ട് ഒരു പ്രാർത്ഥനയിലൂടെ അവൾ ദൈവത്തെ വെല്ലുവിളിച്ചു. ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു: ഞാൻ മുൻകാലത്ത് അനേക സഭാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, എന്നാൽ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തെ മാറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താ കാര്യം? ഞാൻ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൻ്റെ അടുക്കിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലതല്ല ഒന്നും ചെയ്യാതെ വീണ് കിടക്കുന്നത്. എനിക്ക് 2 ആഴ്ചത്തെ അവധി വരുന്നുണ്ട്. എനിക്ക് വീട്ടിൽ നിന്നും അകന്നു നിൽക്കുക മാത്രമാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാനൊരു വേദപുസ്തക പരിശീലന സ്കൂളിൽ പോകും. ദൈവമേ, ഇതാണ് അവസാന അവസരം. ഇത് ശരിയാകുന്നില്ലെങ്കിൽ എന്നെ എന്നേക്കുമായിട്ട് നഷ്ടമാകും എന്ന് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. ഈ ചാർമേൻ ഇപ്രകാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നടക്കുന്ന ഒരു ബൈബിൾ സ്കൂളിൽ അവൾ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാനായിട്ട് തീരുമാനിച്ചു. ആ ബൈബിൾ ക്ലാസ്സിൽ അവൾ 2 ആഴ്ച പോയി. അവിടെ സമാഗമന കൂടാരത്തെക്കുറിച്ചായിരുന്നു പഠിപ്പിച്ചത്. ചാർമേന് സമാഗമന കൂടാരത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പള്ളിയിൽ പോകും എങ്കിലും അത് അവൾക്കൊരു ദിനചര്യ മാത്രമായിരുന്നു. ബൈബിള് വായിച്ചല്ല അവൾ വളർന്നത്. എങ്ങനെ ഒരു അഡ്വൻറ്റിസ്റ്റുകാരി ആയിരിക്കണമെന്ന് അവിടുത്തെ വിശ്വാസികൾ അവളെ പഠിപ്പിച്ചു. എന്നാലും ചാർമേന് ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധവും ഇല്ലായിരുന്നു. ബൈബിൾ സ്കൂളിൽ അവൾ ആയിരിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഇപ്രകാരം അവിടെ വായിച്ചു. അതിലിങ്ങനെ പറയുന്നു: അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഉണങ്ങിയ അസ്ഥികളുടെ ദർശനം ചാർമേനെ പഠിപ്പിച്ചത് ശരിയായ ഉണർവ് ദൈവവചനം കേൾക്കുന്നതിലൂടെയും അവൻ്റെ ശ്വാസമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെയുമാണെന്ന് അവൾ പഠിച്ചു. ചാർമേന് ദൈവവുമായി നേരിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം ആവശ്യമായിരുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനായി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാശീലവും ഒരു ജീവിതവും അവൾ ആഗ്രഹിച്ചു. സമാഗമന കൂടാരത്തെക്കുറിച്ച് പഠിച്ചതിലൂടെ ചാർമേൻ ദൈവത്തിൻ്റെ ത്യാഗപരമായ സ്നേഹം മനസ്സിലാക്കി. ദൈവത്തിന് എൻ്റെ സകല പാപങ്ങളും മാറ്റുവാൻ കഴിവുണ്ടെന്നും ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ആഗ്രഹം എന്നോടൊത്ത് വസിക്കുന്നതാണെന്നും ചാർമേൻ ഇതിൽ നിന്നും മനസ്സിലാക്കി. ചാർമേൻ്റെ ജീവിതത്തിലെ സകല തകർച്ചയെയും ശൂന്യതയെയും ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമായി ആലിംഗനം ചെയ്തു. അങ്ങനെ അവൾ ഹൃദയം യേശുവിന് കൊടുക്കുകയും ദൈവത്തിന് വേണ്ടി ധീരതയോടെ പ്രവർത്തിക്കാനും തുടങ്ങി. വീണ്ടും അവൾ തിരികെ ഈ ബൈബിൾ ക്ലാസ്സിൽ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം അവിടെ ഉണ്ടായി.
സംഗീത ബൈബിൾ ക്ലാസ്സിലല്ല, വീണ്ടും തിരികെ അവൾ സ്കൂളിൽ കടന്നു വന്നപ്പോൾ അപ്രതീക്ഷിതമായൊരു സംഭവം ആ സ്കൂളിൽ സംഭവിച്ചു. അവിടുത്തെ സംഗീത പാഠങ്ങളിൽ ലൗകിക ആഘോഷങ്ങളായ ക്രിസ്മസ് അപ്പൂപ്പനെക്കുറിച്ചും ദേവതകളെക്കുറിച്ചും കുട്ടിച്ചാത്തന്മാരെക്കുറിച്ചും ഒക്കെ അവിടെ പഠിപ്പിക്കണമായിരുന്നു. ഒരു ദിവസം ശ്രദ്ധിച്ചു കേൾക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പാഠം അവൾ അവതരിപ്പിച്ചപ്പോൾ കുട്ടികൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ തുല്യമായി ഒരു വലിയ അപ്പൂപ്പൻ കടികാരം, ചിറകടിക്കുന്ന വവ്വാലുകൾ, ഭൂതബാധയുള്ള ഒരു കൊട്ടാരത്തിൽ ശബ്ദമുണ്ടാക്കുന്ന അസ്ഥികൂടങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം ചേരുമ്പടി ചേർക്കാൻ കുട്ടികളോട് പറഞ്ഞു. എന്നാൽ 2 കുട്ടികൾ, അതായത് ഈതനും ലൂക്കോസും എന്ന് പറയുന്ന 2 കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഇതിനകത്തൊന്നും പങ്കെടുക്കില്ല എന്ന്. അതിലൂടെ ടേപ്പ് റെക്കോർഡറിലൂടെ ഈ ശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ചപ്പോൾ അവർ 2 പേരും ചെവി പൊത്തിപ്പിടിച്ചു. എന്നിട്ട് ഈ ഭൂതബാധയുള്ള പാട്ടുകളൊക്കെ പാടാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇതിലൊന്നും പങ്കെടുക്കുകയില്ല, പാടുകയില്ല എന്ന് ഈ കുട്ടികൾ 2 ഉറപ്പായിട്ട് പറഞ്ഞു. ക്ലാസ്സിൻ്റെ അവസാനം ഈ ചാർമേൻ ഈ കുട്ടികളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചെയ്യാൻ പറഞ്ഞതൊന്നും ചെയ്യാതിരുന്നതും ഇതിൽ പങ്കെടുക്കാതിരുന്നതും എന്ന് ചോദിച്ചു. അപ്പോൾ ഈതൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്കത് കേൾക്കാനാവില്ല എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. ഈ ലൂക്കോസും അത് ചാർമേനെ നോക്കി ഭയഭക്തിയോടെ തലയാട്ടി. ഈ കുട്ടികളുടെ ഈ സംഭവം ഈ ചാർമേൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ശാസനകളിൽ ഒന്നായിരുന്നു. ഈ ചെറിയ ബാലന്മാരിലൂടെ ദൈവം അവളോട് സംസാരിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. അവൾ ചിന്തിച്ചു, പിശാചിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തിനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? അങ്ങനെ വീണ്ടും 2 ആഴ്ചത്തെ അവധിക്ക് അവൾ വീണ്ടും ഈ ബൈബിൾ സ്കൂളിൽ വന്ന് ചേർന്നു. അവിടെ ദാനിയേലും അവൻ്റെ 3 കൂട്ടുകാരും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുമെന്ന് എങ്ങനെയാണ് അവരുടെ മനസ്സിൽ അവർ ഉറപ്പിച്ചതെന്ന് അവൾ അവിടെ നിന്നും പഠിച്ചു. എൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ദൈവത്തോട് വിശ്വസ്തരായിരിക്കണമെന്ന് ഈ ലൂക്കോസും ഈതനും എന്ന് പറയുന്ന ഈ കുട്ടികളും എന്നെ പഠിപ്പിച്ചത് അവൾ ഓർത്തു. അങ്ങനെ അവൾ അവളുടെ ജോലി ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ ആഗ്രഹം അവൾ അവളുടെ പാസ്റ്ററോട് പറയുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരായുകയും ചെയ്തു. അവസാന നിമിഷത്തിൽ അപ്രതീക്ഷിതമായൊരു വാതിൽ ദൈവം അവൾക്ക് വേണ്ടി തുറന്നു. തായ്ലാൻഡിലെ കൊരാട്ടിലുള്ള അഡ്വൻറ്റിസ്റ്റ് ഇൻ്റർനാഷണൽ മിഷൻ സ്കൂളിൽ ഒരു കിൻഡർ ഗാർഡൻ ജോലി അവൾക്ക് ലഭിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ ചാർമേൻ ഓർത്തു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവം നല്ലവനാണ്. തുടർന്നും സംഗീതം പഠിപ്പിക്കാനുള്ള ചാർമേൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു കിൻഡർ ഗാർഡൻ ടീച്ചറായിട്ട് 2 വർഷത്തിന് ശേഷം ആ മിഷൻ സ്കൂളിലെ സംഗീത വകുപ്പിൻ്റെ മേധാവിയായിട്ട് അവൾ തീർന്നു. ഇപ്പോൾ ചാർമേൻ്റെ ആഗ്രഹം നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നൽകിയ 13-ാം വാര കാണിക്ക ചാർമേൻ്റെ സ്കൂളിനെ ഒരു ഹൈസ്കൂളായി വികസിപ്പിക്കുക സഹായിച്ചു. ഈ ക്വാർട്ടറിലെ നമ്മുടെ 13-ാം വാര കാണിക്ക തെക്കേ പസഫിക് ഏഷ്യ ഡിവിഷനിലുടനീളം സുവിശേഷം ഘോഷിക്കുവാനുമായിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്കും കാണിക്കകൾക്കും നന്ദി. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. இத்தனை கிருப என்மேல் அளவற்ற கிருப எனக்கா இத்தனை கிருப என்மேல் அளவற்ற கிருப என்னை விட எத்தனை பேர் தகுதியாக இருந்தும் என்னை மட்டும் கிருப என்று தேடி வந்ததே. என்னை விட எத்தனை பேர் தகுதியாக இருந்தும் என்னை மட்டும் கிருபை என்று உயர்த்தி வைத்ததே. உங்க கிருபை என்னை வாழ வைத்ததே. உங்க கிருபை என்னை தூக்கி சுமக்குதே. உங்க கிருபை என்னை வாழ வைத்ததே. உங்க கிருபை என்னை பாட வைத்ததே. பயனற்ற நிலத்தை போல மறக்கப்பட்டவன் நான், அறுவடை காணாமல் தனிந்து போனவன் நான். பயனற்ற நிலத்தை போல மறக்கப்பட்டவன் நான், அறுவடை
எனக்காய் எத்தனை கிருபை என் மேல் அளவற்ற கிருபை என்னை விட எத்தனை பேர் தகுதியாக இருந்தும் என்னை மட்டும் கிருபை வந்து உயர்த்தி வைத்ததே. என்னை விட எத்தனை பேர் நல்லவராக இருந்தும் என்னை மட்டும் தேடி வந்து சுமந்து கொண்டதே. உங்க கிருபை என்னை வாழ வைத்ததே. உங்க கிருபை என்னை தூக்கி சுமக்குதே. உங்க கிருபை என்னை வாழ வைத்ததே. உங்க கிருபை என்னை பாட வைத்ததே. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ഓൺലൈൻ ശബത്ത് സ്കൂൾ ആരാധനയുടെ ഭാഗമായി ഫീച്ചർ ടോക്ക് അവതരിപ്പിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം മനുഷ്യരെ പറ്റി ചിന്തിച്ചാൽ മനുഷ്യരിൽ തന്നെ ബുദ്ധിമാന്മാരും മൂഢന്മാരുമുണ്ട്. ഇന്നത്തെ ഫീച്ചർ ടോക്കിലൂടെ ആരാണ് ശരിക്കുള്ള മൂഢനെന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കാം. ഒരിക്കൽ ഒരു പണ്ഡിതൻ രാജാവിനെ സന്ദർശിച്ചു. അവർ തമ്മിൽ ധാരാളം കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. തമ്മിൽ പിരിയാൻ നേരം പണ്ഡിതനെ ഒന്ന് താഴ്ത്തിക്കെട്ടുവാൻ തീരുമാനിച്ച രാജാവ് ഒരു വടി പണ്ഡിതനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: നിന്നേക്കാൾ മൂഢനായ ഒരുവനെ എന്ന് കണ്ടുകിട്ടുന്നുവോ അന്ന് ഈ വടി അയാളെ ഏൽപ്പിക്കണം. അതുവരെ ഈ വടി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. രാജകൽപ്പന പോലെ തന്നെ പണ്ഡിതൻ വടി വാങ്ങി സ്ഥലം വിട്ടു. ഏറെ നാളുകൾ കഴിഞ്ഞു. പണ്ഡിതന് തന്നേക്കാൾ മൂഢനായ ഒരുവനെ ഇതുവരെയും കണ്ടെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവ് രോഗബാധിതനായി മരണാസന്നനായി കിടക്കുന്ന വിവരം പണ്ഡിതൻ അറിഞ്ഞത്. പണ്ഡിതൻ വടിയുമായി രാജാവിനെ കാണാൻ പോയി. പണ്ഡിതനെ കണ്ടപ്പോൾ തന്നെ രാജാവിന് മനസ്സിലായി. രാജാവ് ചോദിച്ചു: നിന്നേക്കാൾ മൂഢനായ ഒരുവനെ ഇതുവരെയും കണ്ടെത്തുവാൻ സാധിച്ചില്ലേ? അപ്പോൾ പണ്ഡിതൻ വളരെ നിരാശയോട് പറഞ്ഞു: ഇല്ല തിരുമേനി. അപ്പോൾ രാജാവ് പറഞ്ഞു: ഏതായാലും ഞാനിവിടം വിട്ട് പോവുകയാണ്. അപ്പോൾ പണ്ഡിതൻ ജിജ്ഞാസയോടെ തിരക്കി. എന്നിട്ട് ചോദിച്ചു: അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ രാജാവ് പറഞ്ഞു: ഞാൻ മറ്റൊരു ലോകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പണ്ഡിതൻ ചോദിച്ചു: അങ്ങ് എന്നാണ് തിരിച്ചു വരിക? 1 മാസം കഴിഞ്ഞോ അതോ 1 വർഷം കഴിഞ്ഞോ? അപ്പോൾ രാജാവ് പറഞ്ഞു: ഞാനിനി ഒരിക്കലും തിരിച്ചു വരികയില്ല. അപ്പോൾ പണ്ഡിതൻ ചോദിച്ചു: അങ്ങയുടെ പുതിയ വാസസ്ഥലത്തെ താമസത്തിനായി അങ്ങ് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്? അപ്പോൾ രാജാവ് പറഞ്ഞു: ഞാൻ യാതൊരു തയ്യാറെടുപ്പുകളും നടത്തിയിട്ടില്ല. അപ്പോൾ പണ്ഡിതൻ വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു: എന്ത്, യാതൊരു തയ്യാറെടുപ്പുകളും കൂടാതെയാണോ അങ്ങ് പുതിയ വാസസ്ഥലത്തെ താമസത്തിനായി പോകുന്നത്? അപ്പോൾ രാജാവ് പറഞ്ഞു: അതെ, യാതൊരു തയ്യാറെടുപ്പുകളും കൂടാതെയുള്ള എൻ്റെ അവസാന യാത്ര എൻ്റെ സ്ഥിരമായ വാസസ്ഥലത്തേക്ക്. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു: എങ്കിൽ ഈ വടി അങ്ങ് തന്നെ കയ്യിൽ വെച്ചോളൂ. സ്ഥിരമായി വസിക്കാൻ പോകുന്ന സ്ഥലത്ത് യാതൊരു തയ്യാറെടുപ്പുകളും കൂടാതെ പോകുന്ന അങ്ങാണ് എന്നെക്കാളും വലിയ മൂഢൻ. പ്രിയമുള്ളവരെ, ഈ കഥ പല യാഥാർത്ഥ്യങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 1. നാം ഈ ലോകത്തിൽ താൽക്കാലിക വാസികളാണ്. 2. ഈ താൽക്കാലിക ലോകത്തെ വാസത്തിൽ നാം നമ്മുടെ നിത്യപാർപ്പിടത്തിനായി ഒരുങ്ങി ജീവിക്കണം. അല്ലെങ്കിൽ നമ്മേക്കാൾ വലിയ മൂഢൻ ഈ ലോകത്തിൽ തന്നെ വേറെയില്ല. തിരുവചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അതിലും വലിയവ പണിയും. എന്നിട്ട് എൻ്റെ വിളവും വസ്തുവകയും അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ തന്നെ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും.
പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവം വിഷയവുമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഈ തിരുവചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? നശിച്ചുപോകുന്ന തൻ്റെ ഈ ലോക സമ്പത്തിൽ ആശ്രയിച്ച ഒരു മനുഷ്യന്റെ അനുഭവം. പ്രിയമുള്ളവരെ, നാം എങ്ങനെയുള്ളവരാണ്? ബുദ്ധിമാന്മാരോ അതോ മൂഢന്മാരോ? നമ്മുടെ ആശ്രയം എവിടെയാണ്? നശിച്ചുപോകുന്ന ഈ ലോകസുഖങ്ങളിലോ അതോ നമ്മുടെ കർത്താവിലോ? തിരുവചനം എന്താണ് പറയുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. മത്തായി 7:24. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. നമുക്ക് തിരുവചനത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന മൂഢന്മാരാകാതെ തിരുവചനം കേട്ട് അനുസരിക്കുന്ന ബുദ്ധിയുള്ളവരാകാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഫ്യൂച്ചർ ടോക്ക് ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശവസ്കൂൾ ശുശ്രൂഷയുടെ അവസാനമായി നമുക്ക് സത്യപ്രതിഭ ഗാനങ്ങളിലെ 967-ാമത്തെ ഗാനം പാടാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. നമുക്കു മുൻ ചെന്നത് വിശുദ്ധന്മാരാൽ അലങ്കൃതമായ തിരുവചനം. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, അതിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നല്ലൊരു പ്രഭാതം കണ്ടുകൊണ്ടുവരുവാൻ തക്കൊണ്ട് ദൈവം അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ ശബ്ദത്തിൻ്റെ മണിക്കൂറുകളിൽ അടിയങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അടിയങ്ങളോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് ശാബത്ത് സ്കൂൾ ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോ ശുശ്രൂഷകൾ നടത്തിയതായ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവനാമ മഹത്വത്തിനു വേണ്ടി അവരവരുടേതായ താലന്തുകളെ ഉപയോഗിക്കുവാൻ തക്കൊണ്ട് ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് ആഗോള വ്യാപനമായി നടക്കുന്നതായ എല്ലാ ശാബത്ത് സ്കൂൾ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തരെയും കൂടിയിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇനി നടക്കുവാനിരിക്കുന്നതായ ശബത്ത് സ്കൂൾ പഠനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പഠിപ്പിക്കുന്ന വ്യക്തിയെ അങ്ങയുടെ തൃക്കരങ്ങൾക്ക് സമർപ്പിക്കുന്നു. ദൈവിക ചിതാത്മാവിനാൽ നയിക്കപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നല്ലപോലെ പാഠം പഠിപ്പിക്കാൻ തക്കൊണ്ട് ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതെല്ലാം കേട്ടുകൊണ്ട് അടിയങ്ങൾ അനുഗ്രഹപ്രദരായിരിക്കാൻ തക്കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ, ശബത്ത് സ്കൂൾ ശുശ്രൂഷയെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ചോദിച്ചോറെങ്കിലും കൂടുതൽ നിർമ്മലം നിറയ്ക്കണം. എല്ലാ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
കഥാവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും മനോഹരമായ ഒരു വിശുദ്ധ ശബ്ദത്തിൻ്റെ അഭിവാദ്യങ്ങൾ ആദ്യമായി നേർന്നുകൊള്ളട്ടെ. കഥാവിൽ പ്രിയരെ, നമ്മുടെ 2022 വർഷത്തിലെ ആദ്യത്തെ ക്വാർട്ടറിൻ്റെ അവസാനത്തെ ശബ്ദ പ്രഭാതത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ ക്വാർട്ടറിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും നാം എബ്രായ ലേഖനത്തിൻ്റെ 13 അധ്യായങ്ങളെക്കുറിച്ചാണ്, അതിൽ നിന്നാണ് നാം പഠിച്ചു കഴിഞ്ഞത്. കഴിഞ്ഞ 12 ആഴ്ചകൾ 12 അധ്യായങ്ങളെ ആസ്പദമാക്കിയാണല്ലോ നാം പാഠം പഠിച്ച് കഴിഞ്ഞത്. നമുക്ക് ചുരുക്കമായിട്ട് നമ്മുടെ പാഠവിഷയത്തിലേക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ച പാഠങ്ങളെക്കുറിച്ച് ചെറിയ ഒരു ഓർമ്മയിലേക്ക് ഒന്ന് കടന്നു പോകട്ടെ. എബ്രായലേഖനം 1 മുതൽ 12 വരെയുള്ള 12 വരെയുള്ള അധ്യായങ്ങളിൽ ആദ്യമായിട്ടുള്ള 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് നാം പഠിച്ചത് നമുക്കും എബ്രായർക്കുമുള്ള കോമണായ ഒരു എഴുത്ത്, ഒരു കത്ത്, എബ്രായർക്കും നമുക്കുമുള്ള ഒരു കത്ത് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നല്ലോ നാം പഠിച്ചത്. 2-ാമത്തെ അധ്യായത്തിൽ കൂടെ നാം പഠിച്ചത് എബ്രായർക്കുള്ള ഒരു ദൂത്, പ്രത്യേക ദൂത്, എബ്രായ ജനത്തിന് ഉള്ള ഒരു ദൂത്, അതിനെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. 3-ാമത്തെ ആഴ്ചയിൽ യേശു വാഗ്ദത്ത പുത്രൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി 3-ാമത്തെ അധ്യായം ആസ്പദമാക്കി നാം ചിന്തിക്കുകയുണ്ടായി. യേശു നമ്മുടെ വിശ്വസ്ത സഹോദരൻ എന്ന വിഷയത്തെക്കുറിച്ച് നാം 4-ാം അധ്യായത്തിൽ കൂടി പഠിച്ചു. ഒരു ആശ്വാസദായകനായ യേശുവിനെ നാം 5-ാം അധ്യായത്തിൽ കാണുകയുണ്ടായി. 6-ാം അധ്യായത്തിൽ കൂടി ഒരു വിശ്വസ്ത പുരോഹിതനായിട്ട് യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. എബ്രായരുടെ 7-ാം ലേഖനത്തിൽ യേശു ആത്മാവിൻ്റെ ഒരു നങ്കൂരം, ഉറപ്പുള്ള ഒരു നങ്കൂരമായിട്ട് യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കൂടി പഠിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് യേശുക്രിസ്തുവിനെ നമുക്ക് 8-ാമത്തെ അധ്യായത്തിൽ നാം പഠിച്ചു. പുതിയ നിയമത്തിലെ പുതിയ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട്. അടുത്ത ആഴ്ചയിൽ നാം പഠിച്ചത് 9-ാമത്തെ അധ്യായത്തെ ആസ്പദമാക്കി നാം പഠിച്ചത് യേശു ഒരു സമ്പൂർണ്ണ യാഗം എന്ന വിഷയമായിരുന്നു. തിരശീലയ്ക്ക് ഉള്ളിലൂടെ വഴി തുറക്കുന്ന യേശുവിനെ നമുക്ക് 10-ാം അധ്യായത്തിൽ കൂടി കാണുവാനും യേശുവിനെക്കുറിച്ച് ചിന്തിപ്പാനും നമുക്ക് അവസരം ലഭിച്ചു. 11-ാമത്തെ അധ്യായത്തിൽ യേശു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും ആകുന്നു എന്ന വിഷയത്തെക്കുറിച്ച്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെക്കുറിച്ച് നമുക്ക് യേശുവിനെ കാണുവാനും പഠിക്കുവാനും നമുക്ക് സാധിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഇളകാത്ത ഒരു രാജ്യം പ്രാപിക്കുന്ന യേശുവിനെ, ഇളകാത്ത ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മെ പഠിക്കുവാനായിട്ട് 12-ാമത്തെ അധ്യായം നമ്മെ സഹായിച്ചു. എന്നാൽ ഈ ആഴ്ചയിൽ 13-ാമത്തെ അധ്യായത്തിൽ സമൂഹം എന്നുള്ള നിലയിൽ നാം സഹോദരപ്രീതി നിലനിൽക്കട്ടെ എന്ന ഒരു വചനത്തെ ആസ്പദമാക്കിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ എന്നുള്ളത്. നമ്മുടെ സഹോദരനായ യേശു പല ഭാഗത്ത് പുസ്തകന്മാരും ഒക്കെയും പറഞ്ഞു, നിങ്ങൾ എൻ്റെ സഹോദരനാണ്, നാം ദൈവത്തിൻ്റെ സഹോദരനാണ്, നമ്മുടെ സഹോദരനാണ് കർത്താവായ യേശുക്രിസ്തു എന്നുള്ള നിലയിൽ പല ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് വേദപുസ്തകത്തിൽ കൂടി സാധിച്ചു. സഹോദരനായ യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ 13-ാമത്തെ അധ്യായം നമുക്ക് തുടർന്ന് പഠിക്കാം, ചിന്തിക്കാം. എബ്രായരുടെ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഈ ആഴ്ചയിൽ നമ്മുടെ മനപ്പാഠവാക്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കും. നമുക്ക് വായിക്കാം. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. വളരെ അർത്ഥവത്തും മനോഹരവും ആപ്തവുമായ ഒരു വാക്യമാണ്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത് എന്നുള്ളത്. ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന് നമുക്ക് ഓരോരുത്തർക്കും, കുടുംബസ്ഥരും കുടുംബത്തിലായിരിക്കുന്നവരും
ഓരോ വ്യക്തികളും ഓരോ സമൂഹത്തിൽ നാം ആയിരിക്കുന്നു. നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ കൂടി നോക്കിയാൽ, നമ്മുടെ ആത്മീയ ഗോളത്തിൽ, ആത്മീയ അന്തരീക്ഷത്തിൽ കൂടി നാം ചിന്തിച്ചാൽ, ഇപ്പോൾ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവം കരുതുന്ന കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. അതായത് നാം അതിഥി സൽക്കാരം മറക്കാതെ സഹോദരപ്രീതിയിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ ഇബ്രായർ 1-ാം അധ്യായം മുതൽ തന്നെ നാം പഠിക്കുമ്പോൾ ഇവിടെ പല ഭാഗങ്ങളിൽ കൂടിയും നാം ഒരു കൂട്ടായ്മയെക്കുറിച്ചും അതിഥി സൽക്കാരത്തെക്കുറിച്ചും ഒരുമനപ്പെട്ട് നാം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഒക്കെയും ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അവിടെ മുതലേ നമുക്ക് അറിയാം, പഴയ നിയമകാലത്ത് ആദിമസഭയിലൊക്കെയും ആ കൂട്ടായ്മയുടെ അനുഭവത്തിൻ്റേതായ അനുഗ്രഹങ്ങളും അതിൻ്റെ മാധുര്യവും ഒക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. നമുക്ക് മനപ്പാഠവാക്യം വായിച്ച് ഒരു മിനിറ്റ് നമുക്ക് ഇന്നത്തെ പാഠത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം, നന്ദിയോടെ സ്തുതിക്കുന്നു. മനോഹരമായ ഒരു പാഠം ഞങ്ങൾ ഈ ക്വാർട്ടറിൽ ആദ്യം തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കൂടുതൽ രുചിച്ച് അറിയുവാനും കാണുവാനും കർത്താവിൻ്റെ ഞങ്ങളോട് ജനവുമായിട്ടുള്ള വിശ്വാസികളും മക്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ആ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഞങ്ങളുടെ സമൂഹവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് പഠിപ്പാൻ ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പാഠം പഠിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഞങ്ങളുടെ മധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം കർത്താവെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഗ്രഹിക്കുകയും അതിൻ്റെ ആഴമായ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ജനത്തെ ഇവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഇവിടെ അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം ക്രിസ്തു പിതാവേ, ആമേൻ. നമ്മൾ കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിലെ ചുരുങ്ങിയ സമയത്തെ പരസ്യ കാലഘട്ടത്തിൽ അനുഭവത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ ഈ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമ്മുടെ അരുമനാഥനായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി. പാഠത്തിൽ നാം പഠിക്കുമ്പോൾ കാൽവറി ക്രൂശ് അത് കൂടാരവാതിലിൻ്റെ പുറത്തുള്ള ഒരു സ്ഥലമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. നാം വിചാരിക്കുന്നത് പോലെയുള്ള പ്രത്യേകത നമുക്ക് അറിയാം. കാൽവറി ക്രൂശിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വലിയ അനുഗ്രഹവും നന്മയും ഒക്കെയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ കൂടാരത്തിൻ്റെ പുറം വാതിൽ അല്ലെങ്കിൽ പുറത്ത് എന്ന് പറയുന്നത് ആ അധിവാസഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, തിരുവചനം പഠിക്കുമ്പോൾ അതേറ്റവും മോശവും മ്ലേച്ഛവും അഴുക്കും മലിനവുമായ ഒരു സ്ഥലമാണ്. പാപികളെയും കൊല്ലുന്നതും യാഗം നടത്തുന്നതും യാഗവസ്തുക്കളെ വലിച്ചെറിയുന്നതുമായ ഒരു സ്ഥലത്തെയാണ് ഈ പുറം വാതിലിന് പുറത്ത്. അവിടെ കാൽവറി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് യാഗമായത്, അതിൻ്റെ പൊരുൾ നോക്കുമ്പോൾ മഹാവിപത്തിൽ നിന്ന്, മഹാപാപത്തിൽ നിന്ന് ആ അവസ്ഥയിൽ, ലജ്ജാകരമായ ഒരവസ്ഥയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകം കൊണ്ടെത്തിച്ചു. ആ പാപമൊക്കെയും നമ്മളുടെ ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടിയാണ് പാപം ചെയ്യാത്ത കർത്താവിനെ അവിടെ ആക്കിയത്. കർത്താവിന് മേൽ ആരോപിക്കപ്പെട്ട കുറ്റമെന്താണ്? നീ ദൈവദൂഷണം പറയുന്നു. ദൈവദൂഷണം പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാതെ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നു എന്ന് ഉള്ള ആരോപണം ആണ് കർത്താവിൽ അവർ ഉയർത്തിയത്. ആ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വളരെ മോശമായ ഒരു മരണം കർത്താവിന് വിധിച്ചുകൊണ്ട് ആ കാൽവറി ക്രൂശിലേക്ക് കൂടാരത്തിന് പുറത്തേക്കുള്ള, വാതിലിന് പുറത്ത് ഉള്ള ഒരു ഭാഗത്തേക്ക് കർത്താവിനെ മാറ്റിയത് എന്ന് നാം മനസ്സിലാക്കണം. ഒരു യൂണിവേഴ്സിറ്റിയിലും നിന്നും ഒരു വിദ്യാഭ്യാസം എടുക്കാത്ത, ഒരു ബിരുദം നേടാത്ത കർത്താവായ യേശുക്രിസ്തുവിനെ മാസ്റ്റർ, ഗുരു എന്ന് ലോകം വിളിച്ചു. നമുക്കറിയാം, ഒരു യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലും പോയി വിദ്യാഭ്യാസം നടത്താത്ത കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റവും വലിയ ഒരു ഡോക്ടറെന്ന് അല്ലെങ്കിൽ ഒരു വൈദ്യനെന്ന് ലോകം വിളിച്ചു. യാതൊരു നിയമ പുസ്തകവും പഠിച്ചിട്ടില്ലാത്തതും, നിയമ കോളേജുകളിലോ അല്ലെങ്കിൽ ലോ കോളേജുകളിലൊന്നും
കഴിയാത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ ന്യായാധിപനായിട്ട് അല്ലെങ്കിൽ ന്യായശാസ്ത്രിയായിട്ട് അവിടെ കാണുന്നു. നമുക്ക് മറിയത്തിൻ്റെ അവർ കുറ്റാരോപണം ചെയ്തു വന്നപ്പോൾ അവിടെ അവരെ ന്യായം വിധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ആചാര്യനല്ലാത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതനായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യാതൊരു വിധമായ തൊഴിൽശാലയോ ഇല്ലാത്ത കർത്താവിനെ യജമാനനായിട്ടാണ് നമുക്ക് തിരുവഴുത്തിൽ കൂടി കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അനേകർ കാണുകെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അനേകരുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ആ കർത്താവ് വീണ്ടും വിശുദ്ധന്മാരായ ജനത്തെ, തൻ്റെ സ്വന്തം ജനത്തെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും എന്നുള്ള വാഗ്ദത്തം ചെയ്തു. നമ്മുടെ സൃഷ്ടാവും ഉടയവനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു, അങ്ങനെയുള്ള കർത്താവിനെക്കുറിച്ചാണല്ലോ നാം ഈ ഒരു ക്വാർട്ടർ മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കർത്താവിനെ ഒന്നുകൂടെ നമുക്ക് കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും ഈ പാഠം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് സഹോദരപ്രീതി? അതിൻ്റെ സവിശേഷത എന്താണ്? സഹോദരപ്രീതി എന്താണ് അതിൻ്റെ ഫലം നമുക്ക് നൽകുന്നത്? ഇങ്ങനെയുള്ള ചുരുക്കമായ ചില കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ പാഠത്തിൽ കൂടി ചിന്തിക്കാം. നമ്മുടെ 2-ാം അധ്യായത്തിൻ്റെ, എബ്രായരുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ നമ്മൾ പഠിച്ച ഭാഗമാണ്. 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. 2:11 പറയുന്നത് എന്താണ്? നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. നാം അവനോട് കൂടെ പറയുന്നത് കർത്താവിൻ്റെ സ്വഭാവം ത്യജിപ്പാൻ, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയത്തില്ല. കർത്താവിൻ്റെ സ്വഭാവത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ത് എന്നുള്ളതാണ് നമുക്ക് ചിന്തിപ്പാനും മനസ്സിലാക്കുവാനുള്ളത്. നമുക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ ശുശ്രൂഷയെ സഹോദരപ്രീതി എന്ന് 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സഹോദരപ്രീതി, തൻ്റെ യേശുവിൻ്റെ ശുശ്രൂഷയെ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അവനവരെ സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല എന്നുള്ളതാണ്. സഹോദരൻ എന്ന് ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ, മറ്റുള്ളവരെ വിളിക്കുവാനായിട്ട് കർത്താവിന് ലജ്ജയില്ലായിരുന്നു എന്ന് സഭാമധ്യേ ഞാൻ അങ്ങയെ സ്തുതിക്കും. ആ വേല വിശ്വാസികളാകാത്ത നാം ഓരോരുത്തരും അന്യോന്യം ചെയ്യണമെന്നാണ് നമ്മെ ഈ കാര്യം പഠിപ്പിക്കുന്നത്. നമ്മളും അങ്ങനെ പരസ്പരം സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, നമുക്ക് ലജ്ജയില്ലാത്ത വിധത്തിൽ സഹോദരന്മാരാണ് പരസ്പരം എന്നുള്ള നിലയിൽ സഭാമധ്യേ പരസ്പരം നാം അത് ഘോഷിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, ആരും പാപത്തിൻ്റെ ചതിയാൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവാൻ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മൾ പാപത്തിൻ്റെ ചതിയിൽ വഞ്ചിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നാം അന്യോന്യം നമ്മളെ തന്നെത്താൻ നമ്മൾ ഒരുങ്ങി, നമ്മളെ പുകഴ്ത്തിക്കൊണ്ട്, നമ്മളെ സജ്ജീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയല്ല. അതിനകത്ത് പല പ്രയാസങ്ങൾ നമുക്ക് നേരിടുമ്പോൾ അവിടെ നാം അന്യോന്യം പ്രബോധിപ്പിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ നാം മറ്റുള്ളവരുമായിട്ട്, നമ്മുടെ സഹോദരങ്ങളുമായിട്ട്, ആത്മീയ സഹോദരങ്ങളാകാം, നമ്മുടെ ജഡരക്തങ്ങളുമായി ബന്ധത്തിലുള്ള സഹോദരങ്ങളാകാം, അവരോടൊക്കെ നാം പരസ്പരം പ്രബോധനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. എന്നാൽ നമ്മൾ ചതിയിൽ പൈശാചികൻ്റെ ബന്ധനത്തിലാകാതിരിക്കാൻ, സാത്താൻ്റെ കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ നമുക്ക് സാധിക്കും. നാം അന്യോന്യം സഹകരിച്ച്, പ്രബോധിപ്പിച്ച്, പരസ്പരം ചിന്തിച്ച്, പരസ്പരം ഭാരങ്ങളെ ചുമന്നുകൊണ്ട്, പരസ്പരം നമ്മളുടെ ആശയങ്ങളെ കൈമാറിക്കൊണ്ട് പോയാൽ ആർക്കും ദോഷം വരികയില്ല. അതുകൊണ്ട് ആർക്കായാലും അല്പമെങ്കിലും പ്രയോജനം വരുമേ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ എന്നതാണ് നമ്മെ എബ്രായർ 3:13 കൂടി ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഞായറാഴ്ചത്തിലെ പാഠത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ജനത്തിനായിട്ട് ഒരു കരുതുന്നു എന്നുള്ള ഭാഗമാണല്ലോ ഞായറാഴ്ചത്തെ പാഠത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ ജനത്തിനായിട്ട് കരുതുന്നു. ഇവിടെ ചിന്തിച്ചതുപോലെ
സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. ഇവിടെ പറയുന്നത് അതിഥി എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നതിൽ പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, അല്ലെങ്കിൽ ഏറ്റവും അറിയാവുന്ന സ്നേഹിതർ, ഒന്നിച്ച് പഠിച്ച് അനേക നാളുകൾക്ക് ശേഷം കാണുന്നവർ, ഇവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഭവനത്തിലേക്കൊക്കെ വരുമ്പോൾ അവരെയൊക്കെ നമ്മൾ അതിഥികളായിട്ട് കാണുന്നു, അവരെ കാത്തിരിക്കും. ഒരു പക്ഷേ നമ്മൾ അറിഞ്ഞാൽ അവർ വരുന്നത് പ്രതീക്ഷിച്ച് നമ്മൾ ഏറ്റവും മനോഹരമാക്കി, നമ്മുടെ ചുറ്റുപാടുകൾ മനോഹരമാക്കിക്കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്. അവരെ അതിഥികളെന്ന് നമുക്ക് കാണുവാനും വിളിക്കുവാനും കഴിയും. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ അതിഥികൾ എന്ന് പറയുന്നത് നാം പ്രതീക്ഷിക്കാത്തവരും ഒരുപക്ഷെ നാം നനച്ചിരിക്കാത്ത പല ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മുടെ ഭവനത്തിൽ വന്നെന്നിരിക്കാം, നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്നെന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ യാത്രകൾ നമുക്ക് കണ്ടുമുട്ടിയെന്നിരിക്കാം. അവരൊക്കെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളുടെ അതിഥികളാണ്. നമുക്ക് പരിചയമില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ പണ്ടുകാലത്ത് പരിചയപ്പെട്ടവരായിരിക്കാം, വീണ്ടും നമുക്കൊരു അവസരം കിട്ടി കാണുന്നവരായിരിക്കാം. എന്നാൽ ഒരു പരിചയമില്ലാത്ത അപരിചിതരായ പലരും നമ്മുടെ ജീവിതത്തിൽ കൂടെ ചിലപ്പോൾ കടന്നു വന്നിരിക്കും. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള അറിയാത്ത അതിഥികളെക്കുറിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അറിയാത്ത അതിഥികളെക്കുറിച്ച് അവിടെ ഒരു പ്രതിപാദനം നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, അവിടെ ഒരു 3 അതിഥികളെ അബ്രഹാമിന് കാണുവാൻ കഴിഞ്ഞു. അതിഥികളെ തൻ്റെ ഭവനത്തിലേക്ക് അവർ ക്ഷണിച്ചു. അവർ വളരെ ദൂരെ നിന്ന് വരുന്ന അതിഥികളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഭവനത്തിലേക്ക് ക്ഷണിച്ചിട്ട് അവർക്ക് പറഞ്ഞ് അല്പം വെള്ളം കുടിച്ച് അല്പം ആശ്വാസം എടുത്ത് അല്പം വിശ്രമിച്ചിട്ട് പോകാം അടിയൻ്റെ ഭവനത്തിൽ എന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ച് കൊണ്ടുപോകുന്ന നമുക്കാണ്. അപ്പം പരിചയമില്ലാത്ത അതിഥികൾ നമ്മുടെ ജീവിതത്തിൽ കൂടി ചിലപ്പോൾ വന്നെന്നിരിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിപ്പീൻ, ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യത്തിൽ കൂട്ടായ്മ കാണിപ്പീൻ. അങ്ങനെ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ കഷ്ടതയിൽ നാം സഹിഷ്ണുത കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എരിവ്, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വിഷമം കണ്ട് നമുക്ക് അതിൽ നമ്മുടെ എരിവ് കാണിച്ച് പ്രകടിപ്പിക്കുവാനും അവർക്ക് ആശ്വാസത്തെ നൽകുവാനും വാക്കുകൊണ്ടായാലും ക്രിയ കൊണ്ടായാലും നമ്മളുടെ മറ്റുള്ള എല്ലാ ചുറ്റുപാടിൽ നിന്ന് അവർക്കൊരു ആശ്വാസം നൽകുവാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അവസ്ഥയാണ് എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യത്തിൽ കൂട്ടായ്മ കാണിപ്പീൻ എന്ന് പറയുന്നത്. ആദിമസഭയിൽ പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പത്രോസ് പറയുന്നത് പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ആചരിപ്പീൻ എന്നാണ്. അപ്പോഴവിടെ അതിഥി സൽക്കാരത്തിനൊരു ലിമിറ്റില്ല. നമ്മൾ ഇന്നതാണ് എന്നുള്ളത്, അത് നമുക്കൊരു പിറുപിറുപ്പും, കാരണം നമ്മൾ നിലച്ചിരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളായിരിക്കാം ചില ആവശ്യങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കർത്താവ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ വിശന്നിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചിരുന്നു, കുടിപ്പാൻ തന്നില്ല, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ വസ്ത്രം ധരിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പല ആവശ്യങ്ങളും എനിക്കുണ്ടായിരുന്നിട്ട് നിങ്ങളാരും എന്നെ സഹായിച്ചില്ല എന്ന് കർത്താവ് പറയുന്നതായിട്ടുള്ള സംഭവം നമുക്കറിയാം. അവിടെ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് കർത്താവ് പറഞ്ഞത്? അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പല ആവശ്യങ്ങളായിട്ട് വിശക്കുന്നവരായും ദാഹിക്കുന്നവരായും ആഹാരമില്ലാത്തവരും വസ്ത്രമില്ലാത്തവരും അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരായിട്ടും ഒക്കെ അനേകരെ കടന്നു വരും. നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിച്ചതുപോലെ ചില അതിഥികൾ നാം അറിയാത്തതായിട്ട് നമുക്കൊരിക്കലും കണ്ടിട്ടില്ലാത്തതായ അതിഥികൾ വരുന്നത് പോലെ വരും. അവർ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നു എന്നാണല്ലോ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഏത് തരത്തിലായാലും വരുന്ന ഒരു സാധാരണക്കാരൻ അവൻ ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനാണ്, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്, അവൻ ആവശ്യം ഉള്ളവനാണ്. നമ്മളുടെ സംരക്ഷണം അല്ലെങ്കിൽ നമ്മളുടെ സഹകരണം
നമ്മുടെ സേവനം ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കണം എന്നുള്ളതാണ് അവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പം മനഃപൂർവ്വമായ അവഗണന ഒരിക്കലും നമ്മുടെ ഉണ്ടാകരുത്. നമ്മുടെ വീട്ടിൽ വരുന്നവർ, ഭവനത്തിൽ വരുന്നവർ മാത്രമല്ല, നമ്മുടെ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരുണ്ട്. അവരൊക്കെ നമ്മുടെ അതിഥികളായിട്ട് നാം കാണണം. മനഃപൂർവ്വമല്ലാത്ത ഒരു അവഗണന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് മനഃപൂർവ്വമായി നാം അവഗണിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് ക്രമീകരിച്ച്, നാം ഇതുവരെ ആയിരുന്നത് പോലെ അല്ല, ഈ പാഠം നമ്മൾ പഠിക്കുമ്പോൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനുള്ള ഒരവസരം നമുക്ക് ഇതിൽ കൂടി ലഭിക്കുകയാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നവരിൽ നമ്മൾ നിർദ്ദയം വരെ തള്ളിക്കളയാതെ അവർ ചെറുതായ രീതിയിലെങ്കിലും അവർക്കൊരാശ്വാസം നമ്മൾ മൂലം നൽകുവാനിടയായാൽ ദൈവം അതിൽ പ്രസാദിക്കും. അത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നാം ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നു. നാം ദൈവവചനം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ട് നാം അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യം വരണം. അപ്പോൾ ആ നല്ല ശമരിയാക്കാരൻ്റെ ചരിത്രം നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ഈ അവസരത്തിൽ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ആ നല്ല ശമരിയാക്കാരൻ്റെ ചരിത്രം അതിൽ കൂടി നാം മനസ്സിലാക്കുന്നത്, ആരെല്ലാം കടന്നുപോയി. പക്ഷേ ആ വ്യക്തി, ശമരിയാക്കാരനായ വ്യക്തി, അവശനായി കിടന്ന മനുഷ്യൻ്റെ ആവശ്യമായത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ആവശ്യങ്ങളെയൊക്കെയും അയാൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ശമരിയക്കാരൻ ചെയ്ത ആ ശുശ്രൂഷയാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ അല്ലെങ്കിൽ നാം അനുഷ്ഠിക്കേണ്ടതായ ചില വലിയ നന്മകൾ ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതിന് ഈ ക്വാർട്ടറിൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമൂലമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത ഈ യുദ്ധത്തെക്കുറിച്ചൊക്കെ എല്ലാം നാം വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്നവരാണ്, കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ആശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ, സംഭവങ്ങൾ നടന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു രൂപവും ഇല്ലാത്തൊരവസ്ഥയിലാണല്ലോ നാം ഇപ്പോഴും ആയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാതെ ഉക്രൈൻ എന്ന് പറയുന്ന ആ രാജ്യം നമ്മൾ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വ്യത്യസ്തമായ ഒരു രാജ്യമാണ് യുക്രൈൻ. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ആഗോള സഭയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ സഹകരണം അല്ലെങ്കിൽ സപ്പോർട്ടീവായിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യുക്രൈനിൽ നമുക്ക് 743 സഭകൾ അവിടെയുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. 743 സഭകളും അതിനോടനുബന്ധിച്ച് സ്കൂളുകൾ, ആതുര ആലയങ്ങൾ, നമുക്കവിടെ അനാഥർക്കായിട്ടുള്ള ഭവനങ്ങൾ, ഇങ്ങനെയുള്ള അനേകം ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. നമുക്ക് 42,000-ഓളം 41,000 സ്നാനപ്പെട്ട വിശ്വാസികളുള്ള ഒരു വലിയ സഭാ കൂട്ടമാണ് അഡ്വന്റിസ്റ്റ് സഭ യുക്രൈനിൽ. അവിടെ ഇപ്പം ഞാൻ കേട്ട റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഈ യുക്രൈനിൻ്റെ നമ്മുടെ സഭയുടെ അഗതി മന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലുമായിട്ട് പതിനായിരക്കണക്കിന് അഭയാർത്ഥികളാണ്, ഉള്ളവരാണ് അവിടെ വന്ന് അവിടെ അഭയം തേടി അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകളും മറ്റ് സഹായങ്ങളുമൊക്കെയും നൽകുവാൻ നമ്മുടെ യുക്രൈനിലെ മിഷന് സാധിച്ചത് എന്നുള്ള റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. വളരെ എന്നെ വളരെയധികം ആകർഷിച്ച ഒരു വാർത്തയായിരുന്നു ഞാനത് കണ്ടത്, അത് വായിക്കുകയും കേൾക്കുകയും ചെയ്തപ്പോൾ. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ശുശ്രൂഷ നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ സഭയ്ക്ക് അവിടെ നേതൃത്വത്തിന് ചെയ്യുവാൻ കഴിയുന്ന അവിടെ ഹോപ്പ് TV-യുടെ യൂണിറ്റ് ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെയും ചെയ്യുവാനും സംരക്ഷണം നൽകുവാനും അവരെ 3-4 ദിവസങ്ങളിൽ പാർപ്പിക്കാനുള്ള മഹാമനസ്കതയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തത് നമ്മുടെ അഡ്വന്റിസ്റ്റ് സഭയുടെ ഒരു വിങ്ങാണ് എന്നുള്ള കാര്യം പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
അടുത്ത ദിവസത്തെ പാഠം, നമ്മുടെ തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. എന്താണ് ഇവിടെ? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4ഉം 5ഉം വാക്യങ്ങളാണ് ഇവിടെ നമുക്ക് ചിന്തിപ്പാനുള്ളത്. 13-ന്റെ 4ഉം 5ഉം വാക്യങ്ങൾ ഇച്ചിരി അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളിത് പഠിക്കുമ്പോൾ. 4ഉം 5ഉം വാക്യത്തിൽ പറയുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതെ ആയിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. അപ്പം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള ഒരു വലിയ വാഗ്ദത്വം നമുക്കവിടെ കാണുവാൻ കഴിയും. പക്ഷെ അതിനു മുമ്പ് നാം വായിച്ചത് എന്താണ്? ദ്രവ്യാഗ്രഹവും ലൈംഗികതയും അല്ലെങ്കിൽ അധാർമികതയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നാണ് എന്ന് നമ്മെ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ കൂടി അവസാനത്തെ ഈ 13-ാമത്തെ അധ്യായത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളാണ്. നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം, മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തെ എങ്ങനെ നമുക്ക് സൂക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഇവിടെ പറയുന്നത് ദ്രവ്യാഗ്രഹവും ലൈംഗികമായ അധാർമികതയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ട കാര്യമാണ്. ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കുമെന്ന് തുടർന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതെയായി തീരട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദുർനടപ്പ് എവിടെ? നിങ്ങളുടെ 4-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചത് ഇതാണ്, വിവാഹം മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്ന് പറയും. നമ്മുടെ ഒക്കെയും പല വിവാഹങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ പ്രസംഗത്തിലൊക്കെയും കേൾക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും. ഈ പറഞ്ഞതിൻ്റെ ആശയം, വ്യഭിചാര കുറ്റം വളരെ വലിയ ഒരു കുറ്റപാപമാണ്, അത് നാം ചെയ്യാൻ പാടില്ല. അതോടൊപ്പം നമ്മുടെ വിവാഹബന്ധത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് അവിടെ നമ്മെ ഓർപ്പിക്കുന്ന വിഷയം. അപ്പോസ്തലനായ പൗലോസ് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, അത്യാഗ്രഹം, വിഗ്രഹാരാധന, ഇങ്ങനെയുള്ള അനേകം വിഷയങ്ങളെക്കുറിച്ച് കൊലോസ്യരുടെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നു. ദുർനടപ്പ്, അശുദ്ധി, ദുർമോഹം, അത്യാഗ്രഹം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതും ഉണ്ടെങ്കിൽ അത് തുടച്ചു മാറ്റി നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമാണ് എന്നുള്ളതാണ് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വ്യഭിചാരം ഒരു കുറ്റമാണ്, പാപമാണ്. നമ്മളിപ്പം പറയുമ്പോൾ നമ്മൾ 4-ാം കൽപ്പന, നമ്മുടെ വിശുദ്ധ ശബദ്, നമ്മുടെ 10 കൽപ്പനയിൽ എല്ലാവരും അംഗീകരിക്കുകയും പാലിക്കുകയും ചെയ്ത് നാം ചിന്തിക്കണം. പക്ഷേ 7-ാം കൽപ്പനയാകുന്ന വ്യഭിചാരം എന്നുള്ള കുറ്റം, അതിൻ്റെ ഏതെല്ലാം തലത്തിൽ കൂടിയാണ് കർത്താവ് നമ്മളെ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ നാം പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നാം ഈ പാഠം പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ 4-ാം കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ഇതിന് 7-ാം കൽപ്പനയ്ക്കും അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം. നാം അത് പ്രായോഗികമായ തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുപോകണം എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഈ പാഠത്തിൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്. നാം നമ്മുടെ സദാചാര നിലവാരം വളരെ ഗൗരവമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അത് അത്യന്താപേക്ഷിതമാണ്. 4-ാം കൽപ്പന സ്ട്രിക്റ്റായി നടപ്പിലാക്കുന്നത് പോലെ 7-ാം കൽപ്പന ഒരു കാരണവശാലും വെള്ളം ചേർക്കുവാൻ അഡ്വൻറ്റിസ്റ്റുകാരായി നാം ശ്രമിക്കരുത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ ശോധന ചെയ്യുന്നു, നമ്മെ കാണുന്നു, നമ്മൾ ചെയ്യുന്നതൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുത, അസത്യം നാം മനസ്സിലാക്കേണ്ടതാണ്. തിമോത്തിയോസിൻ്റെ ലേഖനം 1 തിമോത്തിയോസ് 6:10 പറയുന്നു, സകല തിന്മകളുടെയും ഉറവിടമായ ദ്രവ്യാഗ്രഹം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ ദുശീലങ്ങൾക്ക് പ്രതിരോധമായി നാം കാണേണ്ടത് നമുക്കുള്ളത് കൊണ്ട് നാം തൃപ്തരാകണം. അതിനുള്ളിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം, നാം പഠിക്കണം. അത് പഠിക്കണം എന്നുള്ളത് കൂടിയാണ്. 13:5 പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും നിന്നെ കൈവിടുകയില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഈ പാഠത്തിൽ കൂടെ നമ്മൾ ദുർമോഹികളായി, ദുർനടപ്പുകാരായി നമ്മുടെ ജീവിതത്തെ മാറ്റാതെ
അതിൽ നിന്നൊക്കെയും പാഠം പഠിച്ച് നമ്മൾ ഉള്ള കറകളെ നമ്മൾ മാറ്റി അതിൽ നിന്ന് നാം വെടിപ്പുള്ളവരായി ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ചവരായി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം എന്നുള്ളത് ഞാനിവിടെ പൗലോസിൻ്റെ പാഠത്തിൽ കൂടി ഓർപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോഴേ ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവിടെ പറയുന്നത് നേതാക്കന്മാരെ ഓർക്കുക എന്നുള്ളതാണ്. നമ്മുടെ നേതാക്കന്മാരെ ഓർക്കുക എന്നുള്ള ഭാഗം നമുക്ക് വരുമ്പോൾ ഇവിടെ എബ്രായ ലേഖനം 7:13 മുതൽ 17 വാക്യം നമ്മുടെ ആത്മീയ നേതൃത്വവുമായി നമുക്കുള്ള ബന്ധം നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. അത് ഓർക്കുക, അത് മറക്കരുത് എന്നുള്ളത്. നമ്മുടെ ആത്മീയ നേതൃത്വവുമായിട്ട് നാം വളരെ നല്ല ബന്ധത്തിൽ സഹകരിച്ച് പോകണം എന്നുള്ളത് നമ്മെ 13:7 മുതലുള്ള ഭാഗത്ത് നമ്മെ 7-ലും 17-ലുമാണ്. ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് വിവിധവും അന്യവുമായ ഉപദേശങ്ങളെ സൂക്ഷിക്കുക എന്നാണ്. വ്യാജ ഉപദേശങ്ങളെ നാം മനസ്സിലാക്കണം. വ്യാജമായ ഭക്ഷണശീലങ്ങൾ ഒക്കെയും നാം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് ഭക്ഷണശീലങ്ങൾ ഉപേക്ഷിക്കുകയും സ്വീകരിക്കേണ്ടതായ ഭക്ഷണ ക്രമീകരണങ്ങൾ നാം ചെയ്യുകയും ചെയ്യണം. വ്യാജമായ ഉപദേശങ്ങളെ നാം സ്വീകരിക്കരുത് എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. 13:9 പ്രകാരമാണ്. പുതുതായി സഭയിലേക്ക് കടന്നു വരുന്ന വിശ്വാസികളോട് അനുകമ്പ മനോഭാവത്തിലുള്ള സമീപനമായിരിക്കണം നമ്മളുടേത്. കാർക്കശ്യമാകാതെ സമാധാനത്തിലും സാവകാശത്തിലും തെറ്റും ശരിയും ജനത്തെ ബോധ്യമാക്കിക്കൊണ്ട് അവരെ ഐക്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം ശ്രമിക്കണം. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ പുതിയ വിശ്വാസികളോടുള്ള സമീപനം എന്ന് പറയുന്നത്. വ്യാഴാഴ്ചത്തേക്കും കടന്നു ചെല്ലുമ്പോൾ പാളയത്തിന് പുറത്തുള്ള യേശുവിലേക്ക് ചെല്ലുക. ഞാൻ ആദ്യമേ ആ ഭാഗം സൂചിപ്പിച്ചു കഴിഞ്ഞു. കർത്താവായ യേശു പാളയത്തിൻ്റെ പുറത്ത് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ വിശേഷത എന്താണ് എന്നുള്ളത് ഞാൻ ആമുഖമായി പറഞ്ഞു കഴിഞ്ഞുള്ളൂ. ആ ഭാഗത്തേക്ക് ഇനി ഞാൻ കടക്കുന്നില്ല. അത് ഏറ്റവും അശുദ്ധമായ ഒരു സ്ഥലം എന്നുള്ളതാണ് അവിടെ ഞാൻ ഓർമ്മിപ്പിച്ചത്. അത് അശുദ്ധമാണ്, കൊള്ളരുതാത്ത സ്ഥലമാണ് പാളയത്തിന് പുറത്ത് എന്നുള്ളത് കാര്യം നാം മനസ്സിലാക്കണം. അവസാനം വെള്ളിയാഴ്ചത്തെ അവസാന ഭാഗത്തെ പാഠത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ ചിന്തിപ്പാനായിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ശേഷം വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മയുടെ മധ്യരൂപത്തിൽ ആനന്ദിച്ച് അവർ ആർദ്രതയുള്ളവരും കരുതലുള്ളവരും സ്വയം ത്യജിക്കുന്നവരും സത്യത്തിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും തയ്യാറുള്ളവരുമായിരുന്നു. അവരുടെ അന്യോന്യമുള്ള ദൈനംദിന സംസർഗത്തിൽ ക്രിസ്തു അവരോട് നിർദ്ദേശിച്ച സ്നേഹം അവർ വെളിവാക്കി. നിസ്വാർത്ഥമായ വാക്കുകളാലും പ്രവൃത്തികളാലും മറ്റ് ഹൃദയങ്ങളിൽ ഈ സ്നേഹം ജ്വലിപ്പിക്കുവാൻ അവർ ശ്രമിച്ചു. എന്നാൽ ക്രമേണ അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. വിശ്വാസികൾ മനസ്സിലാക്കണം, ആ മാറ്റങ്ങൾ ഇന്ന് നമുക്ക് വളരെയധികം ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. തെറ്റുകളെക്കുറിച്ച് ദീർഘമായി ആലോചിച്ച് ദയയില്ലാത്ത വിമർശനങ്ങൾ ഇടം നൽകി രക്ഷകനെയും അവൻ്റെ സ്നേഹത്തിൻ്റെയും കാഴ്ച നമുക്ക് നഷ്ടമാകുന്നു. നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കുക. വളരെ മാറ്റങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്ന നല്ല ക്രമീകരണത്തിൽ നിന്ന് മധ്യകാലത്ത് ഇടക്കാലത്ത് ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് നാം വളരെ ജാഗരൂകരായിരിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നാം മനസ്സിലാക്കി അവരോട് സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്ന. അടുത്ത ഭാഗത്ത് സഹോദരപ്രീതി സഭയിൽ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്നേഹത്തിന് നിരന്തരമായ ആവശ്യകതയെ സംബന്ധിച്ച് വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു. സഭയ്ക്കുള്ള അവരുടെ ലേഖനങ്ങൾ നിറയെ ചിന്തയാണ്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനിൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു. അതോടെ തൻ്റെ സാക്ഷാൽ സ്നേഹം നമുക്ക് കാണിച്ചു തന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. എൻ്റെ പ്രിയ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം എത്രമാത്രം സ്നേഹിക്കേണ്ടതാകുന്നു. യോഹന്നാൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു. ഒന്നുമല്ലാതായിരുന്ന നമ്മെ, എന്നെ
അഗാധമായ അവസ്ഥയിലായിരുന്ന, കുഴിയിലായിരുന്ന, ചേറ്റിലായിരുന്ന എന്നെ നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തി ആ കൂടാരത്തിൻ്റെ വെളിമ്പ്രദേശത്ത് സ്വർഗ്ഗാരോടെ ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത കർത്താവ് യാഗമായി. അവൻ നമ്മെ ഇപ്പോഴും മാടി വിളിക്കുന്ന ആ സ്നേഹം നമുക്ക് നൽകിക്കൊണ്ട്, നീ ഒരുങ്ങി എത്രയും വിശുദ്ധനായിട്ട് ഞാൻ നിന്നെ ചേർക്കുവാനായിട്ട് വരും, വളരെ കാലതാമസമില്ലാതെ വരുമ്പോൾ എൻ്റെ പ്രിയമുള്ള നിനക്കായിട്ടല്ലോ ഞാൻ കാത്തിരുന്നത് എന്ന് ആ വിളി കേട്ട് അവനോടൊപ്പം നമുക്കായിരിക്കാൻ കർത്താവ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവൻ നമ്മെ ചേർക്കുവാനായി, വിശുദ്ധന്മാരെ ചേർക്കുവാൻ മേഘാരൂഢനായി വരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് വളരെ വേഗം നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന് നമ്മെ മധ്യാകാശത്തിൽ ചേർത്ത് നമ്മെ മറ്റുള്ളവരോടുകൂടി സന്തോഷിപ്പാൻ ഇടവരുത്തും. ആ സുദിനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും അതിനായിട്ട് ഒരുക്കുകയും ചെയ്യട്ടെ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ എബ്രായ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ ഒന്നുകൂടെ നമുക്ക് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് അതിനെ കടന്നു ചെല്ലുവാൻ, ആഴത്തിലേക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം സഹോദര പ്രീതിയിൽ, പരസ്പര സ്നേഹത്തിൽ, മറ്റുള്ളവരുടെ ഉത്കണ്ഠയിൽ പങ്കുള്ളവരായി അവർക്ക് സാമാന്യമായ ന്യായമായ സേവനങ്ങൾ ചെയ്ത് ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശാബത്ത് സ്കൂൾ പാഠം ഇവിടെ അവസാനിപ്പിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ. ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം, രോഗദുഃഖാദികൾ മാറിടുമാ ദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകൻ
സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു വരുമ്പോൾ ബഹുദൂതരുമായി മേഘത്തേ